അപ്പോൾ ആ ഒരു കാര്യം വിട്ടുപോകരുത്. ഇതേപോലുള്ള കട്ടിയായിട്ടുള്ള തോന്നുന്ന അല്ലെങ്കിൽ കൺഫ്യൂസിംഗ് ആയിട്ട് മറന്നു പോകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഈ ദിവസങ്ങളിൽ റിവിഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ദിവസങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു 10 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യത്തെ കാര്യത്തിലേക്ക് കടക്കുന്നു. ആദ്യം തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപാട് പേര് ചെയ്യാൻ പോകുന്ന ഒരു ടെൻഡൻസിയാണ്, അയ്യോ സമയമില്ലല്ലോ, പുതിയ പുതിയ ടോപ്പിക്കുകൾ എങ്ങനെങ്കിലും പഠിച്ച് തീർക്കണം എന്നുള്ള ആ ഒരു സിലബസ് എങ്ങനെങ്കിലും കവർ ചെയ്യണം എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ തകർക്കും. പക്ഷേ അത് നമ്മുടെ ഭാവി തന്നെ തകർക്കുന്ന ഒരു പരിപാടിയായിട്ട് മാറും. കാരണം ഈ അവസാന സമയത്ത് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാൻ സാധിക്കണം. അതായത് റിവിഷൻ ആണ് ഇനിയുള്ള ദിവസങ്ങളിൽ കൃത്യമായിട്ട് ചെയ്യേണ്ടത്. ഈ ലാസ്റ്റ് സമയത്ത് പുതിയ പുതിയ ടോപ്പിക്കുകൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ടെൻഷൻ കൂടും. ടെൻഷൻ കൂടുന്ന സമയത്ത് ഇത് നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ അവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് പോകും. അതുകൊണ്ട് മക്കളെ ശ്രദ്ധിക്കുക. ഇനിയുള്ള ഏതാനും ദിവസങ്ങൾ നിങ്ങൾ ഇതുവരെ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ, ആദ്യം മുതൽ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത സമയം മുതൽ നിങ്ങൾ ഇതുവരെ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അത് മാത്രമേ നിങ്ങൾ ഇനിയുള്ള ഈ 10 ദിവസങ്ങൾ കൊണ്ട് പഠിക്കാൻ പാടുള്ളൂ, റിവിഷൻ ചെയ്യാൻ പാടുള്ളൂ. പുതിയ ടോപ്പിക്കുകൾ ചിലപ്പോൾ കംപ്ലീറ്റ് ആക്കാനായിട്ട് കാണും. നിങ്ങൾക്ക് അത്രത്തോളം സമയം ബാക്കി വെക്കാനുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് അത് ചെയ്യാം. നിങ്ങൾ അത്രത്തോളം സമയം ഇതിനു വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇടയ്ക്കായിട്ട് ചെറിയ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് പുതിയതായിട്ട് പഠിച്ചെടുക്കാം. പക്ഷേ അത് നേരത്തെ പഠിച്ച ടോപ്പിക്കിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലോട്ട് പോകരുത്. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പൊ അതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കിനി കൃത്യമായി അറിയാം ഇനി എത്ര ദിവസങ്ങളുണ്ട്. കുറച്ച് പേർക്ക് എക്സാം വരുന്നത് ജൂലൈ 18-നും കുറച്ച് പേർക്ക് എക്സാം വരുന്നത് ഓഗസ്റ്റ് 1-നുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ഹോൾ ടിക്കറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും ഇനി നിങ്ങൾക്ക് മുന്നിൽ എത്ര സമയമാണ് ബാക്കിയുള്ളതെന്ന്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 10 മിനിറ്റ് സമയം എടുത്തൊരു ടൈം ടേബിൾ സെറ്റ് ആക്കി വെക്കുക. കൃത്യമായിട്ടൊരു പ്ലാൻ വേണം. നമ്മൾ ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഏത് സബ്ജക്റ്റ് ആണ് റിവിഷൻ ചെയ്യാൻ പോകുന്നത്, അടുത്ത ടൈമിൽ ഏത് സബ്ജക്റ്റ് ആണ് നോക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ പ്ലാനിങ്ങും അതുപോലെ തന്നെ ആ ഒരു ടൈം കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുമായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പം ഒരു ടോപ്പിക്കോ 2 ടോപ്പിക്കോ കൊണ്ട് ഒരു ദിവസം മൊത്തം ഇരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും പ്ലാനിങ് ഇല്ലെങ്കിൽ. അതുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യുക, ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എന്തൊക്കെയാണ് ഓരോ സമയങ്ങളിലായിട്ടും റിവിഷൻ ചെയ്യാൻ പോകുന്നത് ഒരു പ്ലാൻ അങ്ങോട്ട് സെറ്റ് ആക്കുക. രാവിലെ 4 മണി മുതൽ 5 മണി വരെ ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കും, 5 മണി മുതൽ 6 മണി വരെ അടുത്ത ജോഗ്രഫി പഠിക്കും. അങ്ങനെ ഓരോ ഏരിയാസും കറക്റ്റ് ആയിട്ട് ഒരു പ്ലാൻ സെറ്റ് ആക്കുക. മാത്സിനും മെന്റൽ എബിലിറ്റിക്കും കുറച്ചധികം സമയം ആ ഒരു പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതാണ് രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനസ്സിലായല്ലോ? അപ്പോ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക. രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ആക്കി വെക്കുക. ഓരോ വിഷയത്തിനും സമയം മാറ്റി വെക്കണം. അത് നിങ്ങൾ സിലബസ് അനുസരിച്ച് തന്നെ ചെയ്യുക. നിങ്ങൾ ഒരു സബ്ജക്ട് പോലും അവിടെ വിട്ടുപോകാൻ പാടില്ല. ചില സബ്ജക്റ്റുകൾ ചിലപ്പോൾ നിങ്ങൾ വീക്ക് ആയിരിക്കും, ചിലത് നിങ്ങൾക്ക് നല്ല സ്ട്രോങ് ആയിരിക്കും. ഈ അവസാന സമയം കൊണ്ട് സ്ട്രോങ്ങിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കരുത്. നമുക്കിവിടെ കട്ട് ഓഫ് കടക്കുക എന്നത് വലിയൊരു കടമ്പ തന്നെയാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ എഴുതുന്ന ഒരു പരീക്ഷ തന്നെയാണിത്. അതുകൊണ്ട് അതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു പ്ലാനില് എല്ലാ സബ്ജക്റ്റുകളും ഇൻക്ലൂഡ് ചെയ്യുന്ന തരത്തിലായിരിക്കണം പ്ലാൻ സെറ്റ് ആക്കേണ്ടത്. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ദിവസം ഒരു 5-6 സബ്ജക്റ്റെങ്കിലും മിനിമം റിവിഷൻ ചെയ്തിരിക്കണം. ഓക്കെ, ശരി. അപ്പൊ രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി മൂന്നാമത്തെ കാര്യം ചെയ്യേണ്ടത് മുൻവർഷ ചോദ്യങ്ങൾ പരിശീലിക്കുക എന്നതാണ്. അവിടെ നിങ്ങൾ കുറെ പേർക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ്, സമയമില്ല, എനിക്കിതൊന്നും ചെയ്യാൻ ഇല്ലെങ്കിൽ ഇതൊന്നും പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമില്ല, ആ സമയം കൊണ്ട് എനിക്ക് പുതിയ ടോപ്പിക്കുകൾ പഠിച്ചൂടെ, അല്ലെങ്കിൽ പുതിയ റിവിഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്കുകൾ റിവിഷൻ ചെയ്തൂടെ. അങ്ങനെയൊക്കെ കുറെ പേര് ചിന്തിക്കും. ഈ അവസാന സമയം ഒരു മോക്ക് ടെസ്റ്റ് പോലും എടുക്കാത്ത ആൾക്കാരുണ്ടാകും. പക്ഷേ എക്സാം കഴിഞ്ഞിട്ടായിരിക്കും അതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ കിട്ടുന്ന സമയം ഒരു ബ്രേക്ക് ടൈമിൽ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുന്ന ആ ഒരു റിലാക്സ് ചെയ്തിരിക്കുന്ന സമയം
സമയം നിങ്ങൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന സമയമായിരിക്കും. ആ സമയത്ത് എന്ത് ചെയ്യുക, ഒരു മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു PYQs ചെയ്ത് നോക്കുക. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു എക്സാം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു സ്പീഡ് കിട്ടത്തുള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ പഠിക്കുന്നത് കുറച്ച് നോർമൽ സ്പീഡിലായിരിക്കും, ചിലപ്പോൾ നമ്മൾ പതിയെ പതിയെ പഠിച്ചു വരുന്നു, ആ രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്നതും ആ നോർമൽ സ്പീഡിലായിരിക്കും. പക്ഷേ എക്സാം ഹാളിൽ ആ ഒരു ടൈമിൽ അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ പഠിച്ച ടൈമിൽ എങ്ങനെയാണോ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ പതുക്കെ വായിച്ച് മനസ്സിലാക്കുന്നത് ആ രീതിയിലേ മനസ്സിലാക്കത്തുള്ളൂ. കാരണം നമ്മൾ വർഷങ്ങളായിട്ട് നമ്മുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചത് അങ്ങനെയാണ്, പതിയെ വായിച്ച് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളൊരു പ്രോസസ്സാണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യുന്നത്, കുറച്ച് നാളായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. ആ പ്രോസസ്സ് തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത്, അവസാനം എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുന്ന സമയത്തും നമുക്ക് വരുന്നത്. അപ്പോ ആ ഒരു റിസൾട്ടാണ് കുറെ പേര് വന്ന് പറയുന്നത്, അയ്യോ എനിക്ക് സമയം കിട്ടിയില്ല, എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, ചില ക്വസ്റ്റ്യൻസ് എനിക്ക് നോക്കാനുള്ള ടൈം പോലും കിട്ടിയില്ല എന്ന് പറയുന്നവർക്ക് പറ്റുന്ന അബദ്ധം ഇതാണ്, അവർ ഒരു മോക്ക് ടെസ്റ്റ് പോലും ചെയ്ത് നോക്കത്തില്ല. മോക്ക് ടെസ്റ്റ് ചെയ്താലുള്ള ഗുണം എന്താന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും. ഒന്ന്, ടൈം മാനേജ്മെന്റ്, അതായത് നമുക്ക് എത്ര ടൈമേ ഉള്ളൂ, ആ സമയത്തിനുള്ളിൽ നമുക്ക് അത് ആൻസർ ചെയ്ത് തീർക്കണം എന്നുള്ള ആ ഒരു ടെൻഡൻസി നമ്മളുടെ മനസ്സിൽ ഉണ്ടാവുക. അത് നമുക്കൊരു പ്രാക്ടീസ് ആണ്, അത് എക്സാം ഹാളിൽ പോയി ഇരിക്കുമ്പോഴും നമുക്കത് ചെയ്യാനുള്ള ഒരു പ്രാക്ടീസ് ആണ്. രണ്ടാമത്തെ കാര്യം, നെഗറ്റീവ് മാർക്കിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കും. നമ്മൾ മോക്ക് ടെസ്റ്റ് ഒന്നും ചെയ്തില്ല, നമ്മൾ അല്ലാതെ വെറുതെ ഇരുന്ന് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് എന്താണ്, ആ നെഗറ്റീവ് മാർക്കിങ്ങിനെ പറ്റി കൂടുതൽ അവയർനെസ് കാണത്തില്ല. എക്സാം ഹാളിൽ പോയിരിക്കും, ആദ്യം അറിയാവുന്നത് ചെയ്യും, നോക്കുമ്പോൾ സമയമുണ്ട്, എന്നാൽ പിന്നെ ഒരു ചാൻസ് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് കറക്കി കുത്തുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ പറ്റുന്നത് വലിയ വലിയ തെറ്റുകളാണ്, നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യണം, നെഗറ്റീവ് മാർക്കിങ്ങും ടൈം മാനേജ്മെന്റും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം, അതായത് മോക്ക് എക്സാംസ് പ്രാക്ടീസ് ചെയ്യുക. ഇനി മോക്ക് എക്സാംസിന് ഞാൻ എവിടെ പോകും എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എൻട്രിയുടെ ആപ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അതിന്റെ ഹോം പേജിൽ ഒരുപാട് എക്സാംസ്, മോഡൽ എക്സാംസ്, മോക്ക് എക്സാംസ് ഒക്കെ ലക്ഷക്കണക്കിന് ചോദ്യങ്ങൾ അവിടെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എത്ര മോക്ക് ടെസ്റ്റ് വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നിങ്ങൾ ട്രൈ ചെയ്യുക, മാക്സിമം പ്രയോജനപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ അതിനകത്ത് 10th പ്രിലിംസിന്റെ കഴിഞ്ഞ വർഷത്തെ എക്സാംസും അതിന്റെ എന്താണ് ആൻസർ കീയും കാര്യങ്ങളും എല്ലാം കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിങ്ങും എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് എത്ര മാർക്ക് അതിനകത്ത് ലഭിച്ചു എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു മോക്ക് എക്സാം ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ എക്സാംസ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം. ഒരു 2 or 3 മിനിമം 3 മോക്ക് എക്സാംസ് എങ്കിലും എടുത്തിട്ട് വേണം എക്സാമിന് പോകാൻ. ഇനി കുറച്ച് പേര് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ മോക്ക് എക്സാംസ് ചെയ്യുമ്പോൾ എൻ്റെ കോൺഫിഡൻസ് പോകുന്നു, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, ഞാൻ ഡീമോട്ടിവേറ്റഡ് ആകുന്നു, അതുകൊണ്ട് എനിക്ക് മോക്ക് എക്സാംസ് ചെയ്യാൻ പേടിയാണ് എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. മക്കൾ എങ്ങനെ പേടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വർഷങ്ങളായിട്ട് ഇനി ആ പ്രോസസ്സിൽ തന്നെ ഇരിക്കേണ്ട ഒരു അവസ്ഥ വരും. നമുക്ക് പെട്ടെന്നൊരു ഗവൺമെന്റ് ജോബിലേക്ക് പോകണ്ടേ, കയറണ്ടേ. മറ്റുള്ളവരെല്ലാം അങ്ങനെ കയറുന്നുണ്ടെങ്കിൽ അവര് പല ഘട്ടങ്ങളിലും നിങ്ങളുടെ ഈ അവസ്ഥയിലൂടെ കടന്നു പോയവരാണ്. ആ സമയത്ത് നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചതുപോലെ പേടിച്ച് അവരും ചെയ്യാതിരുന്നായിരുന്നു എങ്കിൽ നിങ്ങളെ പോലെ ഇനിയും അടുത്ത പരീക്ഷകൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ അവർക്കും വന്നേനെ. പക്ഷെ എന്ത് വന്നാലും ഞാൻ മുന്നേറും, എനിക്ക് പ്രോഗ്രസ് വേണം എന്ന് ചിന്തിച്ച് അത് കുഴപ്പമില്ല, ഞാനത് ഇപ്പം മാർക്ക് കുറഞ്ഞെങ്കിൽ അടുത്ത എക്സാമിന് ഞാൻ അടുത്ത മാർക്ക് നേടും എന്നുള്ള രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോയവരാണ് ഇപ്പോൾ ആ ഒരു ഗവൺമെന്റ് സർവീസിലുള്ളവരും അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിലുള്ളവരും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട. നമുക്ക് മാർക്ക് ചിലപ്പോൾ കുറവായിരിക്കും, അത് ഒരിക്കലും നമ്മൾ ഡിമോട്ടിവേഷനിലോട്ട് പോകരുത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, മാർക്ക് കുറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇനി പഠിച്ച് കയറും, ഓക്കെ ഇനിയും പഠിക്കാനുണ്ട്, ഓക്കെ ഇനി എനിക്ക് മാർക്ക് ഇമ്പ്രൂവ് ആക്കാനുണ്ട്, അങ്ങനെ പോസിറ്റീവ് ആയിട്ട് വേണം ചിന്തിക്കാൻ. ഓക്കെ അല്ലേ? ശരി, അങ്ങനെയെങ്കിൽ അടുത്ത കാര്യത്തിലേക്ക് പോകുന്നു. അടുത്ത എന്താണ്, നമുക്ക് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ വരുന്ന കാര്യങ്ങളാണ് കുറച്ച് ഫോർമുലാസ്. ഇപ്പം കെമിസ്ട്രിയിലായിക്കോട്ടെ, ഫിസിക്സിലായിക്കോട്ടെ, അതേപോലെ തന്നെ കുറച്ച് നമ്മളെ ഹിസ്റ്ററിയിൽ വരുന്ന വർഷങ്ങൾ, ഭരണഘടനയിൽ വരുന്ന വർഷങ്ങൾ, അതുപോലെ തന്നെ കുറെ നിർവചനങ്ങൾ, പിന്നെ കുറെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ എന്നൊക്കെ പറഞ്ഞ് എല്ലാ ടീച്ചേഴ്സും തരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് നിങ്ങൾക്ക് എന്താണ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് ചിലപ്പം ആ ടോപ്പിക്ക് തോന്നുന്നത് ഇതേപോലുള്ള കുറച്ച് തീയതികളോ അതേപോലെ തന്നെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മനസ്സിലാകാത്ത അല്ലെങ്കിൽ
ഓർത്ത് വെക്കാൻ പാടുള്ള കൺഫ്യൂസിംഗ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ വരുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ആ ടോപ്പിക്ക് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങൾ ആ പോയിന്റിനെ അല്ല നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, നിങ്ങൾ ആ ടോപ്പിക്കിനെ മൊത്തത്തിൽ പറയും, അയ്യോ ഈ ടോപ്പിക്ക് പഠിക്കാൻ ഭയങ്കര പാടാണ്, എനിക്കിത് പറ്റുന്നില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 1857 റിവോൾട്ട്, ഒന്നാം സ്വാതന്ത്ര്യ സമരം, അതിനകത്ത് ഓരോ മേഖലകളിലും ആരൊക്കെയാണ് നേതൃത്വം നൽകിയത് എന്ന് പഠിക്കാനുണ്ട്. കുറെ പേർക്ക് അത് പഠിക്കാൻ പാടാണ്, അവർ അതിന് വേണ്ടിയിട്ട് ടൈം എടുക്കത്തില്ല. പക്ഷെ അവിടെ പറ്റുന്ന അബദ്ധം എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വലി അത് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും, മെനക്കെട്ടിരുന്ന് പഠിച്ചാൽ 1 മാർക്ക് സെറ്റ് ആണ്. പക്ഷേ ആ ഒരു ഏരിയ പാടാണെന്ന് വിചാരിച്ചിട്ട് അതിന്റെ മൊത്തത്തിലുള്ള ഏരിയനെ 1857 റിവോൾട്ട് പാടാണ്, ഞാൻ പഠിക്കത്തില്ല, സ്കിപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. നമുക്ക് ഏത് പോയിന്റ്, ഇപ്പൊ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഏത് പോയിന്റ് ആണോ നമുക്ക് അവിടെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്, കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുന്നത്, അത് നമ്മൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്തിടുക. മാർക്ക് ചെയ്തിട്ട ശേഷം നമ്മൾ അത് കണ്ടിന്യൂസ് ആയിട്ട് റിവിഷൻ ചെയ്യുക. വർഷങ്ങളായിക്കോട്ടെ, അതേപോലെ തന്നെ ഡേറ്റുകളായിക്കോട്ടെ, ഓരോരോ ഫോർമുലാസ് ആയിക്കോട്ടെ, അത് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് റിവിഷൻ ചെയ്ത്. ഒരു എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒരു ടോപ്പിക്ക് നമ്മളൊരു 4 തവണ, ഓക്കെ മാക്സിമം 4, മിനിമം 3, അത്രയും തവണയെങ്കിലും റിവിഷൻ ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്തിട്ടുള്ളവർക്ക് ഓരോ ടോപ്പിക്കും സെറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് മറക്കരുത്. നിങ്ങൾ ഏതെങ്കിലും ടോപ്പിക്കുകൾ പഠിച്ച സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും പോയിന്റ് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ഇപ്പൊ തന്നെ ഇരുന്ന് ചിന്തിച്ചു നോക്കിക്കുക, ഏതെങ്കിലും ടോപ്പിക്ക് പഠിച്ച സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും പോയിന്റ് ബുദ്ധിമുട്ടായിട്ട്, മനസ്സിലാക്കാൻ പാടായിട്ട്, അല്ലെങ്കിൽ ഓർമ്മിച്ച് വെക്കാൻ പാടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഏരിയ ഒന്ന് പെട്ടെന്ന് പോയിട്ട് റിവിഷൻ ചെയ്തിട്ട് വരിക. ഓക്കെ, റിവിഷൻ ചെയ്യുക. എക്സാം ടൈമിൽ നമ്മളൊരു 2x സ്പീഡിലായിരിക്കണം നമ്മുടെ റിവിഷൻ പ്രോസസ് എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കുന്ന സമയത്ത് ചിലപ്പം 0.5x 1x ആയിരിക്കാം, പക്ഷെ നമ്മൾ റിവിഷൻ ചെയ്യുമ്പോൾ നമ്മളൊരു 2x പോയേ പറ്റത്തുള്ളൂ. എങ്കിലേ നമുക്ക് മൊത്തത്തിലുള്ള പോർഷൻസിലൂടെ ഒരു തവണയെങ്കിലും ഓടിച്ചിട്ട് കവർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലായോ? അപ്പൊ ആ ഒരു കാര്യം വിട്ടുപോകരുത്. ഇതേപോലുള്ള കട്ടിയായിട്ടുള്ള തോന്നുന്ന അല്ലെങ്കിൽ കൺഫ്യൂസിംഗ് ആയിട്ട് മറന്നു പോകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഈ ദിവസങ്ങളിൽ റിവിഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, ഇത്രയും നാള് നല്ല രീതിയിൽ കിടന്നുറങ്ങും, എന്നിട്ട് കിട്ടുന്ന സമയം മാത്രം ഇന്ന് പഠിക്കും. പക്ഷേ എക്സാം ഇങ്ങോട്ട് വരുമ്പോൾ മെയിൻ ആയിട്ടും ആ ഹോൾ ടിക്കറ്റ് വരുന്ന സമയമുണ്ടല്ലോ, ഈ സമയത്തായിരിക്കും ആ എക്സാമിന്റെ ആ ഒരു ഇത് ഉള്ളിലേക്ക് കയറുന്നത്. പിന്നീട് അങ്ങ് തകർത്തിരുന്നങ്ങ് പഠനവും പിന്നെ ചത്ത് കിടന്ന് പഠിക്കുക എന്നുള്ളൊരു പ്രോസസ്സിലോട്ട് എല്ലാവരും പോകും. പക്ഷേ അവിടെ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നത് നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ആ ഒരു ഉറക്കമൊക്കെയാണ്. മനസ്സിലാക്കുക, കൃത്യമായി പഠിക്കുന്ന ഒരു കുട്ടിക്ക്, നല്ലപോലെ ബ്രെയിൻ വർക്ക് ചെയ്യണം എന്ന് ഉള്ള ഒരു കുട്ടിക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഉറക്കം വേണം. ഈ സമയത്ത്, ഈ അവസാന സമയത്ത് കൊണ്ടിട്ട് നിങ്ങൾ 2 മണിക്കൂർ ഉറങ്ങി ബാക്കി സമയം മൊത്തം പഠിക്കാനൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മളെ ഹെൽത്ത് നമ്മളെ താഴോട്ട് വലിക്കും. ചിലപ്പോൾ നമുക്ക് മുകളിലോട്ട് പോകാനുള്ളൊരു പവർ നമ്മളിങ്ങനെ ആർജിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, പക്ഷെ എന്ത് പറ്റും, നമ്മളെ ഹെൽത്ത് നമ്മളെ പിടിച്ച് ഡൗൺ ആക്കിക്കൊണ്ടിരിക്കും. അത് നമുക്ക് പിന്നീട് കോൺസെൻട്രേഷൻ പോവും, പിന്നീട് നമുക്ക് ബുദ്ധിമുട്ട് വരും, തലവേദന വരും, അവസാനം ടെൻഷൻ കയറും, അവസാനം മൊത്തത്തിൽ കുളമാവും. അതുകൊണ്ട് ഈ എക്സാം സമയത്ത് പ്രത്യേകിച്ച് ഞാൻ പറയുന്നു, എക്സാമിന്റെ തലേ ദിവസം നല്ല വൃത്തിയായിട്ട് കിടന്നുറങ്ങുക. ഓക്കെ, ആ സമയത്ത് ഇരുന്ന് പഠിക്കുന്ന ഒരുപാട് പേരുണ്ട്. എക്സാമിന് ഉറക്കത്തിന്റെ ആ ഒരു ഇതോടുകൂടി പോയിരുന്ന് എക്സാം എഴുതുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ശ്രദ്ധിക്കുക, അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങളെ എക്സാമിനെ അത് ബാധിക്കും. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്, എക്സാമിന്റെ തലേന്ന് നല്ല അടിപൊളിയായിട്ട് കിടന്നുറങ്ങുക. ഓക്കെ, നിങ്ങൾ ടെൻഷനൊക്കെ മാറ്റി വെച്ച് റിലാക്സ് ആയിട്ട് നല്ല പോലെ ഉറങ്ങുക. അപ്പോൾ നമ്മുടെ ബ്രെയിൻ നല്ല രീതിയിൽ അടുത്ത ദിവസം നമുക്ക് വേണ്ടി വർക്ക് ചെയ്യും. പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഓർത്തെടുക്കാനും പറ്റും. ഓർമ്മയുണ്ടല്ലോ, ഓർമ്മിച്ച് വെക്കുമല്ലോ. ഓക്കെ, ശരി. അപ്പോൾ അത് നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്നത്തെ കാലത്ത് PSC എഴുതുന്ന മിക്കവർക്കും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്, ഇപ്പം നമ്മളെ കാണുന്നത് പോലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ്. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു നോളേജ് എന്നുള്ള ഒരു രീതിയിലേക്കല്ലാതെ നമ്മൾ അനാവശ്യമായിട്ട് നമ്മൾ സമയം കളയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ഇൻസ്റ്റാഗ്രാം റീൽസ്, അതേപോലെ തന്നെ നമ്മുടെ നമുക്ക് ആവശ്യമില്ലാത്ത ഇൻസ്റ്റാഗ്രാം റീൽസിൽ നമ്മളെ കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് വാല്യുബിൾ ആയിരിക്കും. പക്ഷെ അല്ലാതെ വരുന്ന റീൽസ്, അതേപോലെ തന്നെ ഫേസ്ബുക്കിലെ വീഡിയോസ്, ഇതൊക്കെ നമുക്ക് ഒരുപാട് സമയം നമ്മുടെ നഷ്ടപ്പെടുത്തുന്ന ഫാക്ടേഴ്സ് ആണ്. അത് നിങ്ങൾ മാക്സിമം ഈ ദിവസങ്ങളിൽ പറ്റുമെങ്കിൽ അതൊക്കെ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ മാക്സിമം പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മൾ വിചാരിക്കും നമ്മൾ ആകെപ്പാട് 5 മിനിറ്റല്ലേ നോക്കുന്നുള്ളൂ. നമ്മൾ 5 മിനിറ്റ് എന്ന് പറഞ്ഞിരിക്കുമ്പോഴും നമ്മുടെ സമയം പോകുന്നതേ നമ്മൾ അറിയത്തില്ല. അത് മാത്രമല്ല, ഈ 5 മിനിറ്റിൽ വേണമെന്ന് വിചാരിച്ചാൽ നമുക്കൊരു 50 ക്വസ്റ്റ്യൻ പഠിക്കാം. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ മാക്സിമം സോഷ്യൽ മീഡിയാസ് കാര്യങ്ങളൊക്കെ ഒന്ന്
പരമാവധി എക്സാം വരെയല്ലേ ഉള്ളൂ. എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ ജോലി കിട്ടിയിട്ട് നിങ്ങൾക്ക് എത്ര ടൈം വേണമെങ്കിലും അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാലോ. ഇപ്പൊ നിങ്ങൾ തൽക്കാലത്തേക്ക് അതൊക്കെ ഒന്ന് മാക്സിമം കുറച്ച് കൂടുതൽ സമയം പഠനത്തിനായിട്ട് മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അതാണ് നിങ്ങൾ അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നല്ല പഠിക്കുന്ന കുട്ടികളായിരിക്കും. ഈ കൂടുതൽ പേരും ഈ എക്സാം ടൈമിൽ ഒന്ന് ടെൻഷൻ കൂടും, പിന്നെ എന്താണ് കുറച്ച് ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും. എക്സാം സമയത്ത് ഫുഡ് പോയിസൺ അടിച്ചിട്ട് എക്സാം എഴുതാൻ പറ്റാത്തവരുണ്ട്. കഴിഞ്ഞ നമ്മുടെ ബാച്ചിലൊക്കെ കുട്ടികൾക്ക് ചിലവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ടുണ്ട്. ഓക്കെ, പനി പിടിച്ച് ഹോസ്പിറ്റലിൽ കിടന്നതുകൊണ്ട് എക്സാം എഴുതാൻ പറ്റാതെ പോയവരുണ്ട്. അപ്പോൾ ഈ എക്സാം ടൈമിൽ, അതായത് ഇപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ ഒരു 10-15 ദിവസം ഉണ്ടെങ്കിലും നിങ്ങളെ ഹെൽത്ത് നല്ല പോലെ ശ്രദ്ധിക്കുക. നല്ല ഫുഡ്, നല്ല പ്രോട്ടീൻ ഫുഡ് കഴിക്കുക, അതേപോലെ നല്ല വെള്ളം കുടിക്കുക. ഓക്കെ, നിങ്ങൾ മാക്സിമം പറ്റുമെങ്കിൽ ഹോട്ടൽ ഫുഡ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് തൽക്കാലത്തേക്ക് എക്സാം വരെയെങ്കിലും നിങ്ങളൊന്ന് ഒഴിവാക്കുക. ഇതിനിടയ്ക്ക് നമുക്കൊരു പനിയോ തലവേദനയോ അല്ലെങ്കിൽ ഇതേപോലെ വയറുവേദനയോ എന്തെങ്കിലും വന്നാൽ മതി, 2 ദിവസം പോയി കിട്ടും. അത് പിന്നീട് നമുക്കൊരു നഷ്ടമാണ്. പിന്നീട് നമ്മൾ അത് ആലോചിച്ചിരുന്ന് വിഷമിക്കും. അടുത്ത 2 ദിവസവും കൂടെ അങ്ങനെ പോയി കിട്ടും. അതുകൊണ്ട് മാക്സിമം ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആവുക. കുറച്ച് നല്ല നല്ല ഫ്രൂട്ട്സും അതേപോലെ വെജിറ്റബിൾസും അങ്ങനെയുള്ള നല്ല നല്ല പ്രോട്ടീൻ ആഹാരങ്ങൾ കഴിക്കുക. അത് നിങ്ങളുടെ ഓർമ്മശക്തിക്ക് നല്ലതായിരിക്കും. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങളുടെ ഹെൽത്ത് കൂടി ഇതിനിടയിലായിട്ട് ശ്രദ്ധിക്കണം. ഉറക്കവും ശ്രദ്ധിക്കണം, അതേപോലെ തന്നെ ഈ ഹെൽത്തിന്റെ കാര്യവും ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി അടുത്ത ഞാൻ എക്സാമിലേക്ക് പോകുന്ന സമയത്തുള്ള ഒരു കാര്യം പറയാണ്. നേരത്തെ ഈ കാര്യങ്ങളൊക്കെ സെറ്റാക്കി കയ്യിൽ വെക്കുക. ഈ അവസാന സമയത്ത് ഉണ്ടാകുന്ന ടെൻഷൻ നമ്മൾ അതൊന്നും ആലോചിക്കാറ് പോലുമില്ല. ഒന്നാമത്തെ കാര്യം, ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ എടുക്കാൻ മറന്നു പോയില്ലേ, തീർന്നില്ലേ എല്ലാം, അല്ലേ? ഹോൾ ടിക്കറ്റോ ഒറിജിനൽ ID കാർഡോ പേന പിന്നെ നിങ്ങൾ എന്തായാലും എടുക്കും. പക്ഷെ ID-യുടെ കാര്യം മറന്നുപോയി, എക്സാം എഴുതാൻ പറ്റാതെ തിരിച്ചു വന്നവരെ നമുക്കറിയാം. അതേപോലെ തന്നെ ഹോൾ ടിക്കറ്റിന്റെ കാര്യം മറന്നു പോകുന്നവരെ അറിയാം. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഹോൾ ടിക്കറ്റും പെന്നും ID-യും ഇത് എക്സാമിന്റെ തലേ ദിവസം തന്നെ എടുത്ത് സെറ്റാക്കി ബാഗിൽ വെച്ചിരിക്കുക. അവസാന സമയത്ത് ID തപ്പി ടെൻഷൻ കയറി പിന്നീട് ഓടി എക്സാം ഹാളിൽ പോകുന്ന ആ ഒരു പ്രവണത എന്ന് പറയുന്നത് ഭയങ്കര നമ്മൾ പോലും അറിയാതെ നമ്മുടെ എക്സാമിനെ അത് എഫക്ട് ചെയ്യും. രണ്ടാമത്തെ കാര്യം, ഇപ്പം എക്സാം നടക്കുന്ന സെന്റർ എന്ന് പറയുന്നത് നമ്മുടെ വീടിനടുത്തായിരിക്കത്തില്ല, ചിലപ്പോൾ ദൂരെ ആയിരിക്കും. അപ്പോൾ ആ സ്കൂൾ കണ്ടെത്തി പോവുക, പിന്നെ അവിടുന്ന് അടുത്ത ഹോള് കണ്ടെത്തുക, ഇതൊക്കെ ഒരു കടമ്പകളാണ്. ഈ കടമ്പ സമയത്ത് നമ്മളൊന്ന് ടെൻഷൻ ആയി കഴിഞ്ഞാൽ അതും നമ്മളെ എക്സാമിനെ നല്ല രീതിയിൽ അഫക്ട് ചെയ്യും. സോ നിങ്ങൾ ശ്രദ്ധിക്കുക, എക്സാമിന്റെ ടൈമിലൊക്കെ ഇപ്പൊ വ്യത്യാസമുണ്ട്. ഒന്ന് എക്സാമിന്റെ ടൈമിങ്ങിന്റെ ആ ഒരു കേസ് നിങ്ങൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഓരോ ബെല്ലടിക്കുന്ന ടൈമിങ്ങും നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ എക്സാം ഹാളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ എക്സാം നടക്കുന്ന സ്കൂളിൽ പോകുമ്പോൾ നേരത്തെ എത്താനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അല്ലാതെ അവസാനമായിട്ട് ഓടിയെത്തി ബെല്ലടിക്കാറാവുമ്പോഴത്തേക്കും കയറുന്നു, പിന്നെ അവിടുന്ന് ടെൻഷൻ, അടുത്ത ഹോള് കണ്ടെത്താൻ ടെൻഷൻ, അങ്ങനെ മൊത്തത്തില് ടെൻഷൻ പിടിച്ചു പോയായിരിക്കും ആ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. പിന്നെ അതൊന്ന് റിലാക്സ് ആകാൻ തന്നെ നമുക്കൊരു 10 മിനിറ്റ് എടുക്കും. അപ്പോഴേ നമ്മൾ 10 മിനിറ്റ് പോയി കിട്ടും, അല്ലെ? അതുകൊണ്ട് നേരത്തെ എക്സാം ഹാളിൽ എത്തണം. അതേപോലെ നമ്മുടെ ഇതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നേരത്തെ സെറ്റാക്കി കയ്യിൽ വെച്ചിരിക്കണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ശരി, അങ്ങനെയെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ അറിയാവുന്ന ചോദ്യങ്ങൾ. ഓക്കെ, ആദ്യം ചെയ്യേണ്ടത് അറിയാവുന്ന ചോദ്യങ്ങളാണ്. ചിലപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ തുറക്കുമ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചതായിരിക്കത്തില്ല. ഉടനെ ഒരുപാട് പേർക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ്, അത് കണ്ടു കഴിഞ്ഞ് അവിടെ അങ്ങ് തീർന്നു. അയ്യോ, ടെൻഷൻ കയറുന്നു, ഞാൻ ഇത് പഠിച്ചില്ലല്ലോ, അയ്യോ എനിക്ക് മാർക്ക് പോവല്ലോ, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആണല്ലോ എന്ന് നമ്മൾ ആദ്യമേ മുൻവിധിയോടുകൂടി ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ കാണും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മക്കളെ തീർന്നു. ഓക്കെ, ബാക്കിയുള്ള നമുക്ക് പഠിച്ച ക്വസ്റ്റ്യൻസ് വന്നാലും ഇനിയിപ്പോൾ നമ്മൾ ഈ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ പോലും നമ്മുടെ ആ മനസ്സിൽ അങ്ങനെ ഒരു നെഗറ്റീവ് ഫീൽ വന്നതുകൊണ്ട് തന്നെ നമുക്കത് ചിലപ്പോൾ ഓർത്തെടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ചിലപ്പം അറിയാവുന്നതാണെങ്കിലും കൊണ്ടുപോയി ഓപ്ഷൻസ് തെറ്റിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. സോ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആകുമ്പോൾ നമ്മൾ പഠിച്ചതും കാണും പഠിക്കാത്തതും കാണും, അതൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് ഒരു ചോദ്യം കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവുക. അറിയാവുന്ന ചോദ്യങ്ങൾ ആദ്യം അറ്റൻഡ് ചെയ്ത്, ഇപ്പൊ നിങ്ങൾ ചിലപ്പം ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ അല്ലെങ്കിൽ 2-3 സബ്ജക്റ്റിൽ നല്ല കോൺഫിഡന്റ് ആയിരിക്കും. ഇപ്പൊ കേരള ജോഗ്രഫി നിങ്ങൾ കോൺഫിഡന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ശാസ്ത്ര സാങ്കേതിക മേഖല കോൺഫിഡന്റ് ആയിരിക്കും. അപ്പൊ അവിടെ നിന്നൊക്കെ വരുന്ന ഏരിയാസ് നിങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം പെട്ടെന്ന് ആൻസേഴ്സ് ചെയ്യുക. ആദ്യം ചെയ്യേണ്ടത് അറിയാത്ത കാര്യങ്ങളിൽ കറക്കി കുത്താൻ പോകരുത്. ആദ്യം എന്ത് ചെയ്യുക, അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രം അറ്റൻഡ് ചെയ്യുക. ശേഷം ഒരു റൗണ്ട് കറങ്ങി അറിയാവുന്ന ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്ത ശേഷം അടുത്തതായിട്ട് നിങ്ങൾ വിട്ടത് അത് പിന്നെ നോക്കാം എന്ന് പറഞ്ഞ് വിട്ട ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ, അത് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അറിയാമെങ്കിൽ മാത്രം കറക്കി കുത്താൻ നിൽക്കരുത്. എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്ത് ഒരു 50-50 ചാൻസിലൊക്കെ എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്തോ. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, തെറ്റിപ്പോകരുത്. അത് ഇമ്പോർട്ടന്റ് ആണ്.
നെഗറ്റീവ് മാക്സിമം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേടിയത് കൂടി നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഇപ്പൊ ഒരു പോയിന്റ് വ്യത്യാസത്തിൽ നമുക്ക് കട്ട് ഓഫ് പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ ഒരുപാട് പേർക്ക് അറിയാം. കഴിഞ്ഞ പരീക്ഷകളൊക്കെ എഴുതിയവർക്ക് അറിയാം. 0.33 വ്യത്യാസം അല്ലെങ്കിൽ 0.1 വ്യത്യാസത്തിലൊക്കെ കട്ട് ഓഫിൽ നിന്ന് പുറത്തു പോയവരുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഓരോ പോയിന്റും നമുക്ക് വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ഒരു നെഗറ്റീവും വരാത്ത തരത്തിലായിരിക്കണം നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. ഇനി ഇത് നെഗറ്റീവ് വരാതെയൊക്കെ ആരെങ്കിലും ഒക്കെ അറ്റൻഡ് ചെയ്യുമോ എന്ന് നിങ്ങൾക്ക് സംശയം കാണും. ചെയ്യും. നെഗറ്റീവ് ഒന്നും വരാതെ അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രം ചെയ്തിട്ട് വരുന്ന കുട്ടികളുണ്ട്. അത് മാക്സിമം അവര് മോക്ക് ടെസ്റ്റ് എഴുതി അവർക്ക് മനസ്സിലാവും, അറിയാത്ത ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ മാർക്ക് പോവും എന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ ആൾക്കാരാണ് ആ എക്സാം ഹാളിലും പോയിട്ട് ഈ സെയിം മെത്തേഡ് ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ അറിയാത്ത ചോദ്യങ്ങളിൽ ഒരുപാട് കൈവെക്കാനായിട്ട് പോകരുത്. മനസ്സിലായോ? ക്ലിയർ ആണോ? ശരി, അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്വന്തം കഴിവിൽ വിശ്വസിക്കാം. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ എത്തിയിട്ടുണ്ട്. മക്കളെ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാവരും ആദ്യത്തെ പരീക്ഷയിൽ ജോലി നേടി പോകുന്നവരല്ല. ചിലർക്ക് പരാജയങ്ങളിലൂടെ ആയിരിക്കും, മിക്കവരും പരാജയപ്പെട്ട് തന്നെയാണ് വിജയത്തിലേക്ക് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് ഒരു എക്സാം എഴുതി നമ്മൾ പരാജയപ്പെട്ടു എന്ന് കരുതി ഇതെല്ലാത്തിൻ്റെയും അവസാനമാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നമുക്ക് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. ചിലപ്പോൾ നമ്മളുടെ കടമ്പ ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ ഡോർ ആയിരിക്കത്തില്ല ഇത്, അത് മറ്റാരുടെയെങ്കിലും ഡോർ ആയിരിക്കും. കാരണം ഒരുപാട് പരാജയങ്ങളിൽ നിന്നും വന്ന് ഇവിടെ നിൽക്കുന്ന ആർക്കെങ്കിലും ഉള്ള ഒരു വഴിയായിരിക്കും അത്. നമ്മളെ ചിലപ്പം അടുത്ത ഒരു വാതിലായിരിക്കും അല്ലെ. അതുകൊണ്ട് ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മളിൽ വിശ്വസിക്കുക. നമ്മൾ എത്രത്തോളം ഇപ്പോൾ പഠിച്ചെത്തിയിട്ടുണ്ടോ ആ ഒരു എഫേർട്ട് നിങ്ങൾ ആ മാക്സിമം ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണിക്കുക. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പോൾ ഒരു എക്സാം എഴുതിയിട്ട് നിങ്ങൾ ആ ഒരു കോൺഫിഡൻസോട് കൂടി, എനിക്ക് ഇത്രയും പണ്ട് ഞാൻ 10 മാർക്ക് വാങ്ങിച്ചതിൽ നിന്നും ഞാൻ ഇപ്പോൾ ഒരു 50 മാർക്കിൽ എത്തിയില്ലേ എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾ ബിൽഡ് ചെയ്യുക. ആ കോൺഫിഡൻസ് മതി നിങ്ങൾ ആ ഒരു പരീക്ഷയിൽ, അടുത്തൊരു പരീക്ഷയിൽ ഏറ്റവും ടോപ്പിൽ എത്താനായിട്ട്. ഓക്കെ, അതുകൊണ്ട് സ്വന്തം കഴിവിൽ വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോവാ. ഇതെല്ലാം ഓരോരോ കടമ്പകളാണ്. കടമ്പകള് ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്നവനും ഏറ്റവും കൂടുതൽ അത്രത്തോളം അതേന്ന് പറഞ്ഞിരുന്ന് ഡെഡിക്കേറ്റഡ് ആയിട്ടിരുന്ന് പഠിക്കുന്നവനും അതിന് കയറി ചെല്ലാൻ സാധിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ കിട്ടുന്ന സമയം നോക്കി ഇരുന്നു എന്നിട്ട് പിന്നീട് ഞാൻ പതിയെ പഠിക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരാണ് 5ഉം 10ഉം വർഷമൊക്കെ ആയിട്ട് PSC എന്നും പറഞ്ഞിരുന്ന് സമയം കളയുന്നത്. പക്ഷെ ഒരു വർഷം കൊണ്ട് ജോലിക്ക് കയറിയവനും ഉണ്ട്, അതേപോലെ തന്നെ 6 മാസം കൊണ്ട് ജോലിക്ക് കയറിയ ആൾക്കാരും ഉണ്ട്. ഓക്കെ, ഓരോരുത്തരുടെയും പ്രയത്നങ്ങളാണ് അവരുടെ ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ കഴിവിൽ വിശ്വസിക്കുക. ഈ ഒരു എക്സാം എന്ന് പറയുന്നത് നിങ്ങൾ എത്രത്തോളം ഈ ദിവസങ്ങളിലായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചോ അതിന്റെ റിസൾട്ട് നിങ്ങൾ എക്സാമിൽ കാണിക്കുക. ഓക്കെ, പിന്നെ എക്സാം കഴിഞ്ഞ് ഇനിയിപ്പം എക്സാമിന് വിചാരിച്ച മാർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കരുത്. ഫ്രം ദാറ്റ് മൊമെന്റ്, ആ എക്സാം കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു വന്ന ആ ദിവസം തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത പരീക്ഷയ്ക്കായിട്ട് പഠിച്ചു തുടങ്ങണം. അങ്ങനെ ഓരോ പരീക്ഷകൾ കഴിയുമ്പോഴും നിങ്ങൾ ഇംപ്രൂവ് ആയി വരും. നിങ്ങൾക്ക് ആ ഒരു കട്ട് ഓഫിനേക്കാളും നല്ലൊരു ടോപ്പ് റാങ്കിൽ എത്താൻ വേണ്ടിയിട്ടുള്ള മാർക്ക് നേടാൻ നിങ്ങൾ കാപ്പബിൾ ആകും. ഓക്കെ, ആ മൊമെന്റ് നിങ്ങൾക്ക് ഒരുപാട് അകലമല്ല. എന്നാൽ നിങ്ങൾ വെറുതെ ഇരുന്നെന്നും പറഞ്ഞ് നിങ്ങൾക്ക് അവിടെ എത്താനും സാധിക്കില്ല. പ്രയത്നിച്ചു കൊണ്ടേയിരിക്കുക, ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഈ ഒരു 10 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം ഈ ദിവസങ്ങളിലായിട്ട്. ഈ 10 കാര്യങ്ങൾ പല സമയങ്ങളിൽ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു മാർക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട്, ഓക്കെ, എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ വന്ന് പറയുക എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, എക്സാം നല്ലതുപോലെ പെർഫോം ചെയ്തോ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.